നമ്മളപ്പോൾ മനോഹര കാഴ്ചകളൊക്കെ കണ്ടു, ഈദ്ഗാഹ് കണ്ടു, അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനി വിരുന്നിനൊക്കെ ഉള്ള നേരമാണ്. ഈ ആഘോഷങ്ങളൊക്കെ ആയി തുടങ്ങാൻ പോകുന്ന ഒരു സമയമൊക്കെയാണ്. ഈ വീടുകളിലേക്കൊക്കെ ആളുകൾ അപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. സാബുക്കയുടെ വീട്ടിലാണ് നമ്മളത്. എങ്ങനെ പോകുന്നു? പെരുന്നാളൊക്കെ എങ്ങനെയുണ്ട്? ഉഷാറായി പോയിട്ടുണ്ട്. ഈദ്ഗാഹൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ ഇപ്പോ എന്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ വന്നിരുന്നു. ഇപ്പൊ കുറെ ആളുകൾ ഇനി വരാനും ഉണ്ട്, ഇനി പോകാനും പോകാനൊക്കെ ഉണ്ട്. എന്തൊക്കെയാ പരിപാടി ഇന്ന് പെരുന്നാള്? പിന്നെ ഇപ്പൊ ഭക്ഷണം കഴിഞ്ഞിട്ട് പിന്നെ തറവാട്ടിലൊന്ന് പോകണം. ഫ്രണ്ട്സുകൾക്ക് വരാനിരിക്കുകയാണ്. പിന്നെ ഇതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ്. ഇവിടെയും വന്ന് ഇനി വേറെയും കുറെ വീടുകളിലൊക്കെ പോകണ്ടാവും അല്ലേ? പെരുന്നാളാകുമ്പോൾ എല്ലാ സുഹൃത്തുക്കളെ വീട്ടിൽ കൂടി ഒരു പോകുന്ന പതിവുണ്ട്. ആദ്യം അടുത്ത സുഹൃത്തായ സാബു മണീശ്വരി വീട്ടിലോട്ട് വന്നു, മക്കള് കൂടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ജസ്റ്റ് ഒരു 10-20 ദിവസത്തെ സ്പെൻഡ് ചെയ്തതിനു ശേഷം വേറെ കൂട്ടുകാരെ വീടും. അതാണ്, ഒരുപാട് സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാറുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്കോ, നമുക്ക് അടുക്കളയിൽ കുറെ ഐറ്റംസ് ഒക്കെ ആവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു, ഫുഡിന്റെ കാര്യം നമുക്ക് അതൊക്കെ കാണാം. അതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം. ബിരിയാണി എന്തൊക്കെ കാര്യങ്ങൾ സ്പെഷ്യൽ എന്ന് അറിയാം. താത്ത, ഈദ് മുബാറക്. എന്തൊക്കെയാണ്? എല്ലാം ആയോ? സെറ്റായോ? സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാ സ്പെഷ്യല്? ബിരിയാണി ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ഡെസേർട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ആൾക്കാർ ഇങ്ങോട്ടും വന്നിട്ടുണ്ടല്ലേ? ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. മലബാർ ഏരിയല്ലേ, അപ്പൊ ഒരുപാട് നല്ല നല്ല അടിപൊളി ഡിഷസ് ഉണ്ടാവും. നാടൻ ഡിഷസും ബിരിയാണിയും ഒക്കെ ഉണ്ടാവും. എല്ലാ വീട്ടിലും പോയി എല്ലാ ടേസ്റ്റും അറിയണം, എല്ലാവരും ബന്ധം. അതന്നെയാണല്ലോ നമ്മളെ പെരുന്നാൾ സന്ദേശം തന്നെ. എന്താണ് ഇനിയിപ്പോ നമുക്കൊരു ഈദ് ഗാനമായല്ലോ. തീർക്കും റമദാനിൽ വിടയുതുമസുരപദിനമെന്ന് തൗബ നിറച്ചിട നെഞ്ച് തുടിച്ച് പടച്ചവനിൽ ശുക്രോതെ നിറച്ച് പെരുന്നാളിൽ നടഞ്ഞിടുന്നേ, കൽബിൽ പെരുന്തറ മുഴങ്ങിടുന്നേ, വിണ്ണിൽ പെരുത്ത കിസ്മത്തിന്റെ തുടിപ്പുകളാലെ വന്നാനേ വന്നാനേ ഈ ദണവാനേ. മനസ്സ് സൂപ്പറായിട്ടേ. മജ്നൂവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ, യാ ഹബീബി എൻ്റെ മുന്നിൽ നീ എത്തി ചേർന്നില്ലേ. അപ്പോൾ സൂപ്പറായി. നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്തായാലും നമ്മളെ മനസ്സ് നിറയുന്ന കാഴ്ചയായി. ഇനി വയറും കൂടെ നിറയ്ക്കാനുള്ള പരിപാടി ഉണ്ട്, അത് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. അപ്പം നല്ല ഒരു ട്രീറ്റ് തന്നെയാണ് നമുക്ക് സാബുക്ക ഒരുക്കിയത്. സാബുക്ക വളരെ വലിയ ഒരു പെരുന്നാൾ വരുന്നതിന് എന്തായാലും ഇവരുടെ വീട്ടിൽ തന്നെ ആ പെരുന്നാൾ ആഘോഷിച്ച് നമുക്ക് തുടങ്ങാൻ പോവാണ്.